ലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന പാഠമാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇനി ചാപ്റ്റർ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ എന്തെങ്കിലും വിശദീകരണമോ വേണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് കമന്റ് ചെയ്യുക, എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പരമാവധി നന്നായിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 10th റിവൈസ്ഡ് സിലബസിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് ഫസ്റ്റ് ചാപ്റ്ററിലെ ആ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ആ പിക്ചറിൽ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ആ കിച്ചണിൽ എന്തെല്ലാം ഇലക്ട്രോണിക് ഡിവൈസസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യു ക്യാൻ സീ ഒരു ഇലക്ട്രിക് ഫാൻ ഉണ്ട്, ഓവൻ ഉണ്ട്, ഇലക്ട്രിക് ബൾബ് ഉണ്ട്, പിന്നെ ഇൻഡക്ഷൻ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. സോ അങ്ങനെയുള്ള പല സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കി, ഇതിലെല്ലാം ഇലക്ട്രിക് എനർജി ഒരേ രൂപത്തിലാണോ തിരിച്ച് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്? നമ്മളിതെല്ലാം ഒരേ യൂസിനാണോ ഉപയോഗിക്കുന്നത്? അല്ല. ഇപ്പം ഇലക്ട്രിക് ബൾബ് തന്നെ നമുക്ക് നമുക്ക് കിട്ടേണ്ട ലൈറ്റ് ആണ്, അവസാനം കിട്ടേണ്ട ലൈറ്റ്. സോ ഇലക്ട്രിക് എനർജി അതെന്തായി മാറ്റും? ലൈറ്റ് എനർജി ആയിട്ട് മാറ്റും. ഇനി ഫാൻ എടുത്താലോ, ഇലക്ട്രിക് എനർജി ഇൻപുട്ടിൽ കൊടുത്തിട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് മെക്കാനിക്കൽ എനർജി കിട്ടുന്നു. അതായത് ഫാനിന്റെ ലീവ്സ് കറങ്ങുമ്പോൾ നമുക്ക് കാറ്റ് കിട്ടുന്നു, അല്ലേ? സോ എന്തെല്ലാം ഫോംസിലേക്കാണ് എനർജി, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അവിടെ ഒരു കോളം, ഒരു ടേബിൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. It is this electrical energy that is given to this devices. ഈ ഡിവൈസസിലെല്ലാം ഇലക്ട്രിക്കൽ എനർജിയാണ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തേക്കുന്നത്. ബട്ട് ദേ ഗിവ് us different forms of energy. മറ്റ് പല രൂപത്തിലുള്ള എനർജിയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. നോക്കാം, ഇലക്ട്രിക് ബൾബിന്റെ യൂസ് എന്താണ്? ടു ഗെറ്റ് ലൈറ്റ്, അല്ലെ? ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറും? ലൈറ്റ് എനർജി ആയിട്ട് മാറും. ഇൻഡക്ഷൻ കുക്കറോ ടു ഗെറ്റ് ഹീറ്റ് കിട്ടാൻ വേണ്ടി ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. ഇനി സ്റ്റോറേജ് ബാറ്ററി ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി, അതിനകത്ത് കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദെൻ മിക്സിംഗ് നമുക്ക് സുപരിചിതമാണ്. ടു മിക്സ് ഓർ ബ്ലെൻഡ്, അല്ലെ? അരയ്ക്കാൻ വേണ്ടിയാണ് മിക്സിംഗ്. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട്, യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക്കൽ എനർജി യാന്ത്രികോർജ്ജമായിട്ട് മാറും ഇൻ കേസ് ഓഫ് മിക്സിംഗ്. പിന്നെ അയൺ ബോക്സിലോ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു അയൺ ക്ലോത്ത്സ് അയൺ ചെയ്യാൻ വേണ്ടിയാണ്. ഇലക്ട്രിക്കൽ എനർജി അവിടെ ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ഇങ്ങനെ പല ഇലക്ട്രിക് ഡിവൈസസ്, ഇതിലും കൂടുതൽ ഇലക്ട്രിക് ഡിവൈസസ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് കണ്ടുപിടിക്കാം. ഇലക്ട്രിക്കൽ ഡിവൈസസിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ, സെയിം ഫോം ഓഫ് എനർജിയാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് പല രൂപത്തിലുള്ള എനർജി കൺവേർഷനാണ്, അല്ലെ? അത് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോം ഓഫ് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് എനർജി ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി മറ്റ് പല രൂപങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തതായിട്ട് കാണാം. So the useful forms of energy into which a device converts electrical energy is considered as the effect of the electric current on the device. The useful form of energy into which a device converts electrical energy. ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരു എനർജിയുടെ മറ്റൊരു ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ ഇതിനെ പറയുന്ന പേരാണ് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ അഥവാ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഇഫക്ട്സ് ആണ് ഇതെല്ലാം. ഇലക്ട്രിക് കറണ്ടിന്റെ പല ഫലങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ പറ്റി പറയാം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. Some devices that gives heating effect of electric current. നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഹീറ്റ് എഫക്റ്റ് തരുന്ന ചില ഇലക്ട്രോണിക് ഡിവൈസസ് നമുക്കറിയാം. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് അയൺ ബോക്സ്, തേപ്പുപെട്ടി, ഇലക്ട്രിക് ഓവൻ, ഇലക്ട്രിക് ഹീറ്റർ, വെള്ളം ചൂടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഹീറ്റർ, ഇതെല്ലാം ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. ഇലക്ട്രിക് എനർജിയെ നമ്മൾ ഹീറ്റ് എനർജി ആക്കി കൺവേർട്ട് ചെയ്താണ് ഇങ്ങനെയുള്ള ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹൗ ഡസ് ദ ഇലക്ട്രിക് എനർജി ചേഞ്ച് ഇൻ ടു ദ ഹീറ്റ് എനർജി ഇൻ ദിസ് ഡിവൈസ്? എങ്ങനെയാണ് ഈ ഇലക്ട്രിക്കൽ എനർജി
ഹീറ്റ് എനർജി ആയിട്ട് ഇങ്ങനെയുള്ള ഡിവൈസസിന് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? നമുക്കൊരു എക്സ്പെരിമെന്റിലേക്ക് പോവാം. നമുക്ക് ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ഒരു 6 വോൾട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഒരു നിക്രോം വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഉണ്ട്. നിക്രോം വയർ ഇപ്പം ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുവഴി കറണ്ട് പാസ് ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതുവഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ നിക്രോം വയർ റെഡ് ഹോട്ട് ആകാൻ തുടങ്ങും. നിക്രോം വയർ നന്നായിട്ട് ചൂടാകാൻ തുടങ്ങും. സോ ഇതാണ് നമ്മൾ തേപ്പോട്ടിയിലൊക്കെ കാണുന്നത്. ഹീറ്റ് ഇഫക്റ്റ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഇവിടെ കൊടുക്കുന്ന ബാറ്ററിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ആ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറി? ഇവിടെ ഹീറ്റ് എനർജിയായി മാറി. ഈ സർക്യൂട്ടിന്റെ തന്നെ ഒരു റിവൈസ്ഡ് ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വി ക്യാൻ സി നിക്രോം വയറിന് പകരം ഞാൻ ഒരു റെസിസ്റ്റർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 6 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്നു. ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ റെസിസ്റ്ററിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്ററും പാരലായിട്ട് ഇതിന് ഈ റെസിസ്റ്റൻസിന് നേരെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് ഒരു അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം വോൾട്ട് മീറ്റർ എന്തിനാ? ഇതിന് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനും അമ്മീറ്റർ ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഈ സർക്യൂട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നമുക്ക് വോൾട്ടേജ് എത്രയാണെന്നും കണ്ടുപിടിക്കണം, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ അളവ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. അതെന്താണ് കറണ്ട്? എന്താണ് കറണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ടി സമയം കൊണ്ട് ഈ സർക്യൂട്ടിലൂടെ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യും. ചാർജ് ഫ്ലോ അറിയാലോ, ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ യു ക്യാൻ സി പോസിറ്റീവിൽ നിന്നും ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡിൽ നിന്നും നെഗറ്റീവ് എൻഡിലേക്കാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. കാരണം എന്താ? നെഗറ്റീവ് എൻഡിൽ നിന്നും പോസിറ്റീവ് എൻഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ നടക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ നടക്കുന്നത്. അതാണ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. സോ ചാർജ് ഫ്ലോ നടക്കുന്നുണ്ട് സർക്യൂട്ടിലൂടെ അല്ലെ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ചാർജ് ഫ്ലോ നടക്കുന്നുണ്ട്. ടി സെക്കൻഡ് കൊണ്ട് ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഈ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്നതെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യും? ടി സെക്കൻഡ് കൊണ്ട് ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യും? ക്യൂ ബൈ ടി എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യും അല്ലെ. ക്യൂ ബൈ ടി എമൗണ്ട് ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട്, ഈ സർക്യൂട്ടിലെ കറണ്ട് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഐ കൊണ്ടാണ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏത് ലെറ്റർ കൊണ്ടായിരിക്കും? വോൾട്ടേജ് വി എന്ന ലെറ്റർ കൊണ്ടാണ് വോൾട്ടേജ് സൂചിപ്പിക്കുന്നത്. വോൾട്ടേജ് അളക്കുന്നത് വോൾട്ട് മീറ്റർ കൊണ്ടാണ്, കറണ്ട് അളക്കുന്നത് അമ്മീറ്റർ കൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വോൾട്ട് മീറ്റർ എന്തിനാണെന്നും അമ്മീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ട്. സോ കറണ്ട് അളക്കുന്നത് അമ്മീറ്റർ കൊണ്ടുമാണ്. നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ട് നമുക്ക് ഒന്നുകൂടെ അനലൈസ് ചെയ്യാം അല്ലേ. വി ഹാവ് 6 ഓമിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ സീരീസ് ആയിട്ട് ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കറണ്ട് അളക്കാൻ. കറണ്ട് എന്താന്ന് പറഞ്ഞു? ക്യൂ ബൈ ടി ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ദെൻ വി ഹാവ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ എന്തിനാ? വോൾട്ടേജ് അളക്കാൻ വേണ്ടി. ഇനി ഇങ്ങോട്ട് വന്നേ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷോൺ ബൈ ദ വോൾട്ട് മീറ്റർ ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ്. എക്സ് വൈ എന്നീ പോയിന്റ്സിന് ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നത്. അങ്ങനെ ഒരു റിയോസ്റ്റാറ്റ് ഇവിടെ കൊടുത്തേക്കുന്ന റെസിസ്റ്റൻസിന്റെ എക്സ് വൈ പോയിന്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So the potential difference shown by the voltmeter between the 2 points x and y will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to another. അതിൽ 1 കൂളംബ് ചാർജിനെ ബാറ്ററി യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത് ആരാ? ബാറ്ററിയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാറ്ററിയാണ്. അന്നേരം 1 വോൾട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1 കൂളംബ് ഓഫ് ചാർജിനെ ഇതിന് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, നീക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വർക്ക് 1 ജൂൾ ആവുമ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയും 1 വോൾട്ട് ആണ്. ഇപ്പോഴാ 1 വോൾട്ട് എന്ന് പറയുന്നത് ഇഫ് 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് 1 കൂളംബ് ഓഫ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് 1 കൂളംബ് ചാർജിനെ മൂവ് ചെയ്യാൻ 1 ജൂൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും 1 വോൾട്ട് ആണ് ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
ഓക്കെ, അതാണ് നമ്മളിവിടെ പറയുന്നത്. If so, the work W to be done to move q coulomb of charge from one point to another under a potential difference V will be, വർക്ക് എത്ര ആയിരിക്കും? Q into V joule എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു 1 വോൾട്ട് എന്ന് പറയുന്നത് 1 കൂളംബ് ചാർജിനെ 2 പോയിന്റ്സിന് അക്രോസ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് 1 ജൂൾ വർക്ക് ചെയ്യപ്പെടുമ്പോഴാണ് 1 വോൾട്ട് എന്ന് പറയുന്നത്, അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ V വോൾട്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? W വർക്ക് ഡൺ ടു മൂവ് Q കൂളംബ് ഓഫ് ചാർജ്, 2 പോയിന്റ്സിന് അക്രോസ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് Q കൂളംബ് ഓഫ് ചാർജിനെ മൂവ് ചെയ്യാൻ W എമൗണ്ട് ഓഫ് വർക്ക് വേണ്ടി വരുവാണെങ്കിൽ ആ പോയിന്റ്സിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V വോൾട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർക്ക് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ജൂൾ ആയിരിക്കും. വർക്ക് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ജൂൾ. സോ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ വർക്ക് എല്ലാം ചെയ്യുന്നത് ആരാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. അത് ബാറ്ററിയാണ് ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത്. കാരണം വർക്ക് എന്ന് പറയുന്നത് ഈ ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതാരെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ബാറ്ററിയാണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ട്. W is equal to Q into V joule. The power, അങ്ങനെയാണെങ്കിൽ അടുത്ത the power supplied by the battery, ബാറ്ററി സർക്യൂട്ടിൽ സപ്ലൈ ചെയ്യുന്ന പവർ എത്രയാണ് കണ്ടുപിടിക്കണം. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇവിടെ ചെയ്യുന്ന വർക്ക് Q ഇൻറ്റു V ജൂൾ ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് വർക്കിന് പകരം ഡബ്ല്യുവിന് പകരം ഇവിടെ Q ഇൻറ്റു V എന്ന് കൊടുക്കാം അല്ലേ. P ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V ഡിവൈഡഡ് ബൈ T എന്ന് കൊടുക്കും. ആൻഡ് അടുത്ത ഇക്വേഷനിൽ Q നമുക്കറിയാം I ഇസ് ഈക്വൽ ടു Q ബൈ T ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ Q ഇസ് ഈക്വൽ ടു I ഇൻറ്റു T എന്ന് എഴുതാം. ഈ Qവിന് പകരം I ഇൻറ്റു T ഇൻറ്റു V ഡിവൈഡഡ് ബൈ T. ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. Then we have P is equal to I into V. P, power is equal to I, current into voltage. So ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പ്രോബ്ലം സെക്ഷനിൽ വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. W is equal to Q into V joule. P is equal to work divided by time. And P is equal to I into V എന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്നുമാണ് നമ്മൾ ജൂൾസ് ലോയിലേക്ക് പോകുന്നത്. The work done by the battery to the circuit is this. എത്രമാത്രം വർക്ക് ചെയ്യപ്പെട്ടു? വർക്ക് മീൻസ് ഇവിടെ ചെയ്യപ്പെട്ട എനർജി എത്രയാണെന്ന് വെച്ചാൽ വർക്ക് ഈസ് ഈക്വൽ ടു P ഇൻറ്റു T ഇസ് ഈക്വൽ ടു V ഇൻറ്റു I ഇൻറ്റു T എന്ന് പറയും. പവർ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, I ഇൻറ്റു V എന്ന്. സോ ഈ IV അങ്ങോട്ട് എടുത്തിടുക. therefore വർക്ക് ഈസ് ഈക്വൽ ടു P ഇൻറ്റു T എന്നാണ്, V ഇൻറ്റു I ഇൻറ്റു T. ആൻഡ് ഫ്രം ജൂൾസ് ലോ വി ഹാവ് I ഈസ് ഈക്വൽ ടു V by R എന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഓംസ് ലോ, സോറി ജൂൾസ് ലോ അല്ല, ഓംസ് ലോയിൽ വി ഹാവ് I is equal to V by R എന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ V is equal to IR എന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ വിക്ക് പകരം നമ്മൾ IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് W is equal to I square RT എന്ന ഇക്വേഷൻ കിട്ടും. ഈ I square RT എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹീറ്റ് എനർജി. ഇവിടെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ്. വർക്ക് എന്തുമായി മാറും? ഹീറ്റ്. സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡഡ് ബൈ ദ ബാറ്ററി. ഈ ബാറ്ററി കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ സർക്യൂട്ട് കണ്ടെയ്നിങ് ദ നിക്രോം വയർ ഇസ് കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി അല്ലേ. ഇതിനകത്ത് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തുമായി മാറുകയാണ്? നമ്മൾ ആദ്യം കണ്ട സർക്യൂട്ടിൽ നിക്രോം ഉണ്ടായിരുന്നില്ല, നിക്രോമിന് പകരമാണ്, നിക്രോം തന്നെയാണ് ഇവിടെ ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് കാണിച്ചേക്കുന്നത് ക്യാപിറ്റൽ R കൊണ്ട്. സോ ഈ നിക്രോം വയർ ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി, ബാറ്ററി കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി നിക്രോം വയറിനകത്ത് ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നേരത്തെ ചെയ്ത വർക്ക് ഉണ്ടല്ലോ, W is equal to P into T ആണ്, is equal to V into I into Pക്ക് പകരം V into I into T എന്ന് എഴുതി. ആൻഡ് വിക്ക് പകരം നമ്മൾ ഓംസ് ലോയിൽ പഠിച്ച പോലെ V is equal to I into R എന്ന് ഓംസ് ലോയിൽ പഠിച്ചു. ആൻഡ് ഈ വിക്ക് പകരം നമ്മൾ I square RT എന്ന് കൊടുത്തു. ഈ വർക്കാണ് എന്തായി മാറുന്നത്? ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയി മാറുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു. സോ ദ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡഡ് ബൈ ദ ബാറ്ററി ഇൻ ദ സർക്യൂട്ട് കണ്ടെയ്നിങ് ദ നിക്രോം വയർ ഇസ് ദെൻ കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. എന്നാൽ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഇതാണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന വ്യക്തിയാണ് ജൂൾസ് ലോ കൊണ്ടുവന്നത്, ഡിവൈസ് ചെയ്തത്. സോ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്ത് മാത്രം
ചോദിക്കും, ഭാവിയിലും ഉപകാരപ്പെടുന്ന ഒരു ഇക്വേഷൻ ആണ്. H is equal to I square RT. The process by which the heat is developed in the circuit on passing current through it is known as the Joule's heating എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. The process by which heat is developed in the circuit on passing current through it. ഇതിനകത്തോട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതെന്തോ ഡെവലപ്പ് ചെയ്യുന്നു, ഇവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ, ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ജൂൾസ് ഹീറ്റിംഗ്. അന്നേരം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ചൂടാകുന്നത്. ഫോർ എക്സാമ്പിൾ ബൾബ് കത്തുമ്പോൾ ലൈറ്റ് എനർജി ഉണ്ടാവും, അതിന്റെ കൂടെ അത് തൊടാൻ പറ്റത്തില്ല. ചൂടായിട്ടിരിക്കുന്ന ചൂട് കാരണമാണ് ആ കത്തിയ ബൾബ് നമുക്ക് തൊടാൻ സാധിക്കാത്തത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഹീറ്റ് എനർജി കുറച്ച് ഡെസിപ്പേറ്റ് ചെയ്യുന്നു. ഈ ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജിയെ വിളിക്കുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ്. ഇനി ജൂൾസ് ലോ എന്താണെന്ന് പഠിക്കാം. ജൂൾസ് ലോ, ദ ഹീറ്റ് ജനറേറ്റഡ് ക്യാപിറ്റൽ എച്ച്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ജൂൾസ് ലോ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഒന്നുമില്ല, എച്ച് എന്ന് പറയുന്നത് ഐ സ്ക്വയറിന്റെയും ആറിന്റെയും ടിയുടെ പ്രോഡക്റ്റ് ആണെന്ന് ഒരു എടുത്തു പറഞ്ഞേക്കുന്നേ ഉള്ളൂ. സിമ്പിൾ ആണ് ജൂൾസ് ലോ പഠിക്കാൻ. ദ ഹീറ്റ് ജനറേറ്റഡ് എന്താണ്? എച്ച് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ to the product of the square of the current. അല്ലെ, ഐയുടെ സ്ക്വയർ, പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്, പിന്നെ ടൈം ഓഫ് ഫ്ലോ ഓഫ് ദ കറണ്ട്. അന്നേരം എച്ച് എന്ന് പറയുന്ന എന്തിനെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഐ സ്ക്വയറിനും ആറിനും ടിക്കും പ്രൊപ്പോർഷണൽ ആണ്. അന്നേരം എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്, പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് ദ കറണ്ട്. ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈനൊക്കെ മാറ്റിയിട്ട് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന ഇക്വേഷനിൽ അങ്ങനെയാണ് എത്തിച്ചേരുന്നത്. ഇതാണ് ജൂൾസ് ലോ. ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. അതിന്റെ കൂടെ ഈ ഇക്വേഷൻ നല്ല ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഇക്വേഷനിൽ നിന്നാണ് ഇനി ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം ഡിവൈസ് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്നുമാണ്. ഇനി ഐ എന്ന് പറയുന്ന കറണ്ട് ആണ്. അതിന്റെ യൂണിറ്റ് ആംപിയർ, ക്യാപിറ്റൽ എ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആർ എന്ന് പറയുന്നത്, ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അതിനെ ഓം എന്നാണ് സൂചിപ്പിക്കുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിൽ ഐ എന്ന് പറയുന്നത് ആംപിയർ, കറണ്ട് ആംപിയറിലാണ് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ എ എന്ന ലെറ്റർ ഉണ്ട്. ആൻഡ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇവിടെ റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധം, റെസിസ്റ്റൻസ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഓം, ഓം ആണ് അതിന്റെ യൂണിറ്റ്. ഓം എഴുതുന്ന അറിയോ? അങ്ങനെയാണ് ഓം സിമ്പിൾ ഇടുന്നത്. നെക്സ്റ്റ് ടി എന്ന് പറയുന്നത് ടൈം ആണ്. അത് സെക്കൻഡിലാണ് ടൈം.